ദഹിക്കുന്ന ന്യായീകരണമായിരുന്നു. ഒട്ടും ദഹിക്കുന്ന ന്യായീകരണമല്ല. മൊത്തത്തിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യവും ഇപ്പോൾ PR ഏജൻസി മാത്രമല്ലല്ലോ, ADGPയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടായി. ഒന്നും ദഹിക്കുന്ന ന്യായീകരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില കാര്യങ്ങളെ പരിഹസിച്ച് അവഗണിക്കൽ ഒരു നല്ല തന്ത്രമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഗൗരവത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ ചിരിച്ചു തള്ളുന്ന ഒരു പുതിയ രീതി മുഖ്യമന്ത്രി എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് മുഖ്യമന്ത്രിക്ക് ചിരിയില്ല എന്നുള്ളതായിരുന്നു നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ പരാതി. ആ ചിരിയാണ് അവസാനിപ്പിച്ചത്. ആ ചിരി എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ചോദ്യത്തിന് മറുപടി നൽകാതെ ചിരിച്ചു കളയുന്നതാണ്. ആ ചിരിയല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളെയൊക്കെ മാറ്റി മറിച്ച് സംസാരിക്കാനൊക്കെ പാർട്ടി സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സുബ്രഹ്മണ്യൻ ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകനായിരുന്നു എന്ന് മുഖ്യമന്ത്രി തെറ്റിദ്ധരിച്ചു അത്രേ. അപ്പോൾ പാർട്ടി സഖാവിൻ്റെ മകനാണ്, നല്ല ബന്ധമുണ്ട്. അദ്ദേഹത്തിന് നേരത്തെ DYFIയിലും SFIയിലും ഒക്കെ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ പാസ്റ്ററൊക്കെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാത്ത ഒരാളാണോ ഈ വാർത്താ സമ്മേളനത്തിൽ ശോഭനയ്ക്കൊപ്പം വന്നത്? അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം വാർത്താ സമ്മേളനത്തിൽ PR ഏജൻസി ഇല്ല, വാർത്താ സമ്മേളനത്തിന് ഇൻ്റർവ്യൂവിന് PR ഏജൻസി ഇല്ല, ഇൻ്റർവ്യൂവിന് ശോഭന K. നായർ നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പാർട്ടിയിൽ നിന്നും വന്ന വിശദീകരണം. പിന്നീട് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നു, ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിലാണ് 2 പേരുണ്ടായിരുന്നു, മൂന്നാമത്തെ ആൾ പിന്നീട് കയറി വന്നതാണ് എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ പ്രതിനിധികൾ തന്നെ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തല്ലോ എങ്ങനെയാണ് ഈ കേരള ഹൗസിലേക്ക് ഒരു അഭിമുഖത്തിന് മുഖ്യമന്ത്രിയെ കാണാൻ അവിടത്തേക്ക് കടന്നു പോകേണ്ട ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ഗേറ്റ് മുതൽ തുടങ്ങിയാണ് അല്ലേ. അവിടെ രജിസ്റ്റർ ഒപ്പിടണം, അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡ് ഏതൊക്കെ തലങ്ങളിൽ എന്ന് ചോദിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറ്റിവിടുന്നത്. മാത്രമല്ല നമ്മൾ തന്നെ ഇവിടെ കണ്ടിട്ടുള്ളതല്ലേ, പോലീസ് അകമ്പടിയോടുകൂടി എത്ര പോലീസുകാരുടെ സുരക്ഷയിലാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത്. മുഖ്യമന്ത്രി അങ്ങ് നേരിട്ട് കണ്ട് ഒറ്റയ്ക്ക് ചെന്നങ്ങൾ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇരിക്കുന്നിടത്താണ് വന്ന ആളെ അറിയില്ല, മൂന്നാമതൊരാൾ കയറി വന്നു എന്ന് പറയുന്നത്. ഇനി പോട്ടെ, ഹിന്ദുവിൻ്റെ ഖേദപ്രകടനം അത് അംഗീകരിക്കുന്നു, നിങ്ങൾക്കൊന്നും കഴിയാത്ത കാര്യം ഹിന്ദുവിന് ചെയ്തല്ലോ, അവിടെയും മാധ്യമങ്ങളെയാണ് അപഹസിക്കുന്നത്. ശരി, ഇവിടെ പല മാധ്യമങ്ങളും തെറ്റുപറ്റിയാൽ കുറ്റം സമ്മതിക്കാറില്ല. അങ്ങനെ കുറ്റം സമ്മതിച്ച ഹിന്ദുവിനെ അഭിനന്ദിക്കുന്നു. അത് ആ ഖേദപ്രകടനം സ്വീകാര്യമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ സ്വീകാര്യമാകുന്നു. പക്ഷേ PR ഏജൻസിയിലെ ഹിന്ദു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഖേദപ്രകടനത്തിൽ ആദ്യ വരി PR ഏജൻസിയാണ് തങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ ശരിയാക്കി തന്നതാണ്. അപ്പോൾ PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആരാണ് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകർക്കാൻ ഈ മലപ്പുറമെന്നും ദേശവിരുദ്ധ പ്രവർത്തനമെന്നും കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചത്? അങ്ങനെ ഒരു ചോദ്യമില്ലേ? അങ്ങനെ ഒരു പരാതിയില്ലേ? അതിലൊരു അന്വേഷണം വേണ്ടേ? ഇവിടെ മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുക്കും അല്ലേ? അത്രയ്ക്കും ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇവിടെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഏതൊക്കെ കാര്യങ്ങൾ കേസെടുത്തിട്ടുണ്ട്? സർക്കാരിനെ വിമർശിച്ച വാർത്തകൾക്ക് മാധ്യമപ്രവർത്തകയ്ക്കെതിരെ വരെ കേസെടുത്തിട്ടുണ്ടല്ലോ അല്ലേ? പെൺകുട്ടികൾക്കെതിരെ ഒരു കേസെടുക്കുന്നില്ല. ആ കാര്യത്തിൽ മറുപടിയില്ല. രാഷ്ട്രീയ നിലപാടാണ് അത്, രാഷ്ട്രീയ നിലപാടാണ്, കൃത്യം രാഷ്ട്രീയം നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താണ് രാഷ്ട്രീയമില്ലാത്തത്? ഇപ്പോൾ നോക്കൂ, RSS ADGP ബന്ധം, കൂടിക്കാഴ്ച, ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ ജമാഅത്തെ ഇസ്ലാമി എടുത്തിടുകയാണ്. അതാണോ മറുപടി? ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ എന്ത് ത്രെട്ടാണ് വരുത്തുന്നത്? ജമാഅത്തെ ഇസ്ലാമി സ്ലീപ്പിംഗ് സെല്ലായി പ്രവർത്തിക്കുന്നു UDFൽ എന്നുള്ള വാദം ഇപ്പോൾ പറയേണ്ടതിൻ്റെ സാങ്കത്യം എന്താണ് മനസ്സിലാകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തോട് നമുക്ക് അതിനോട് യോജിക്കുന്നില്ല. ശരി, മതരാഷ്ട്രവാദം പറയുന്നു. അപ്പുറത്ത് RSS മതരാഷ്ട്രവാദമാണ് പറയുന്നത്. RSSനെ പറ്റി ചോദിക്കുമ്പോൾ അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് ആരെ തൃപ്തിപ്പെടുത്താനാണ്? അതാണ് ചോദ്യം. RSSനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുന്നത് ആരാണ്? സാധാരണഗതിയിൽ ആരാണ് പറയാറ്? അവരുടെ അതേ വാദങ്ങൾ എടുത്തു പറയുന്നു. എന്തിനു പറയുന്നു? RSS ADGP കൂടിക്കാഴ്ച തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ ഈ മണിക്കൂറിലും മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. CPI പറയുന്നു ഞങ്ങൾ ഇനി പ്രതിപക്ഷത്തിന് വേണ്ടി പ്രതിപക്ഷ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങളില്ല. നാണം കിട്ടുമോ CPIക്ക് ഈ സഭാ സമ്മേളനത്തിൽ എത്തുന്ന സമയത്തെങ്കിലും അതിനു മുമ്പെങ്കിലും ഒരു തീരുമാനം കിട്ടിയില്ലെങ്കിൽ നാണം കിട്ടാൻ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് CPI അത് പറയുന്നത്. അപ്പോൾ പുറത്ത് പ്രതികരിക്കുന്നു, ജനയുഗത്തിൽ ലേഖനങ്ങൾ എഴുതുന്നു, പോയി കണ്ട് പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും റിപ്പോർട്ട് വരട്ടെ എന്നാണ് പറയുന്നത്. എന്ത് റിപ്പോർട്ടാണ് വരേണ്ടത്? ADGP പറയുന്നു RSS നേതാക്കളെ കണ്ടിട്ടുണ്ട്, വ്യക്തിപരമായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞ കാര്യത്തിൽ കണ്ടോ എന്ന് അന്വേഷിക്കുന്നത് എന്തിനാന്നേ? രാഷ്ട്രീയ മറുപടി ഉണ്ടോ? രാഷ്ട്രീയമായ നടപടിയാണ് അന്വേഷിക്കേണ്ടത്, അല്ലാതെ നിയമപരമായ ഒരു നടപടിയും സാധ്യമല്ല. RSS നേതാക്കളെ ഒരു ഉദ്യോഗസ്ഥൻ പോയി കണ്ടു കഴിഞ്ഞാൽ എന്ത് നടപടിയാണ് സാധ്യമാകുക? സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് പിന്നെയും നമ്മളോട് പറയേണ്ട കാര്യമില്ല. അതാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതെന്തിനാണ് പിന്നെയും പറയുന്നത്? ഇത് നോക്കൂ, ഈ മലപ്പുറം ദേശവിരുദ്ധ പ്രവർത്തനം എന്നീ കാര്യങ്ങൾ നേരത്തെ തന്നെ വാർത്താക്കുറിപ്പുകളായി ഡൽഹിയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് PR ഏജൻസികൾ വഴി. അപ്പോൾ ഒരു PR ഏജൻസിയിലെ വിവിധ PR ഏജൻസികൾ ഇവർക്കൊക്കെ ഇടയിൽ പ്രവർത്തിച്ചത് ഈ പറയുന്ന സുബ്രഹ്മണ്യൻ ഫ്രീലാൻസ് മാധ്യമപ്രവർത്തനാണെന്ന് മുഖ്യമന്ത്രി സംശയിച്ചിരിക്കുന്ന ഈ പാർട്ടി സഖാവിൻ്റെ മകനാണെന്നുള്ള വിവരം പുറത്തു വന്നല്ലോ. നമ്മൾ തന്നെ പുറത്തുവിട്ട വാർത്തയുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 2 പേർ തയ്യാറാക്കിയത്. ഒരാൾ എഴുതുന്നു, മറ്റൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണിത് പുറത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് പോയി ഉറവിടം കണ്ടെത്തണ്ടേ? ഉറവിടം പറയുമോ? എന്തുകൊണ്ടാണ് ആ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്? അവിടെ തന്നെയാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് പോകണമെന്നേ. ഇന്നും ഇന്നലെ മുഖ്യമന്ത്രിയും അതിനോട് ചിരിച്ച് അവഗണിച്ചു. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയും എന്തന്വേഷണം, എന്ത് നോക്കാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട എന്താ പറയുക, മറുപടി പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ അത് വളരെ നിസ്സാരമായ കാര്യങ്ങളാണെന്ന മട്ടിൽ പറയുമ്പോൾ ഇപ്പുറത്തെ ജനവും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. PV അൻവറിനെ പിന്തുണയ്ക്കുന്നവരെല്ലാവരും SDPIക്കാരാണ്. അവിടെ വന്നിരിക്കുന്ന 10,000 മുഴുവൻ SDP. ഇത്രയും SDPIക്കാരുണ്ടോ കേരളത്തിൽ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അപ്പോൾ എങ്ങനെയാണ് അത്രയും SDPIക്കാർ ഇവിടെ ഉണ്ടായത്? അപ്പോൾ പാർട്ടി വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടല്ലേ ഇവരിങ്ങനെ കൂടുന്നത്? ഇവരുടെ എണ്ണം ഇവരിലേക്ക് ആകർഷിക്കപ്പെട്ട് കൂടുതൽ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? അങ്ങനെ ഒരു പരിശോധനയുണ്ടോ? അപ്പോൾ ഇതിങ്ങനെ ഇത്രയും ഇന്നലെ വരെ കൂടെ നടക്കുമ്പോൾ അയാൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും അയാളുടെ ഒരു നല്ല രീതിയായിട്ട് തന്നെ എടുക്കുന്നു. അത് രാഹുൽ ഗാന്ധിക്കെതിരെ DNA പരാമർശമായാലും കൊടുത്തപ്പോൾ കിട്ടിയതല്ലേ, കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അങ്ങനെ കൊടുക്കാനുള്ള ഒരാളായിട്ട് അവിടെ നിന്നു. പിന്നെ തിരിച്ചു കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുഴപ്പക്കാരനായി. ഇത്രയും കുഴപ്പമായിരുന്നു. ഇന്നും കള്ളക്കടത്തിൻ്റെ ആളായിട്ടാണ് ഇന്നും പറയുന്നത്. പാർട്ടി സെക്രട്ടറി അങ്ങനെ തന്നെയാണ് പറയുന്നത്. നോക്കൂ, P ശശിയുമായി ബന്ധപ്പെട്ട് നോക്കൂ. P ശശിക്കെതിരെ ഈ പരാതി നൽകിയിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ടെന്ന ചോദ്യം വന്ന സമയത്ത് കത്ത് കൊടുത്തതിന് ശേഷം പാർട്ടി സെക്രട്ടറി എന്താണ് പറഞ്ഞത്? അത് പാർട്ടി പരിശോധിക്കും, അല്ലേ? ഇതല്ലേ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ പറയുന്ന വാക്ക് എന്താണ്? ശശിക്കെതിരെ തെളിവില്ല. ശശിക്കെതിരെ തെളിവ് കൊണ്ട് കൊടുക്കാൻ ഇദ്ദേഹത്തിന് പറ്റും. അത് അൻവർ തന്നെ പറയുന്നുണ്ട്. ആ സ്ത്രീകളൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. ഒരു ആരോപണം പാർട്ടിയുടേതായ അന്വേഷണ രീതിയൊക്കെ ഉണ്ടല്ലോ, അല്ലേ? അപ്പോൾ തെളിവ് ഇല്ല, അപമാനിക്കാനുള്ള വാദങ്ങളാണെന്ന്. അപ്പോൾ അന്ന് അത് തോന്നിയില്ല, അപമാനിക്കാനുള്ള വാദങ്ങളാണെന്ന്. അപ്പോൾ ഈ കത്ത് പുറത്തേക്ക് വിട്ടതോടുകൂടി അതിൽ ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെയൊക്കെ സ്വഭാവം, അതിൻ്റെ തെളിവ്, ഇതൊക്കെ അൻവർ തന്നെ പറയേണ്ട കാര്യമാണ്. നമുക്ക് അൻവറിനെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പാർട്ടി എന്ത് പരിശോധിച്ചൊന്നും അറിയേണ്ട കാര്യമുണ്ട്. പാർട്ടിക്ക് എപ്പോഴാണ് അൻവർ ഇത്രയും വലിയ കുഴപ്പക്കാരനായത്? ഇന്നലെ വരെ കൂടെ നിന്നപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ ഇപ്പോൾ ചില പോലീസ് സംവിധാനത്തിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് പൊള്ളുന്നത്? ആർക്കാണ് പൊള്ളുന്നത്? ഈ പൊള്ളൽ ഏൽക്കുന്നത് മുഖ്യമന്ത്രിക്കാണോ? ആ പൊള്ളൽ പിന്നെ പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും പാർട്ടി സെക്രട്ടറിയിലേക്കും പടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ പ്രതിരോധിക്കാൻ പോകുന്ന ഈ പാർട്ടി സമ്മേളനങ്ങൾ? എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കാൻ പോകുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ദഹിക്കുന്നില്ല എന്ന് തന്നെയല്ലേ? ദഹിക്കുന്നില്ല. Meet the editors.